40 കടയാണ് ഈ വ്യാഴാഴ്ച. അപ്പൊ 40 കടയാവും പത്തനംതിട്ട. ആ 40 കട എന്നുള്ള എന്റെ സ്വപ്നമായിരുന്നു. 40 കടയാവുന്നു. ആ 40 കടയ്ക്കൊപ്പം 40 ഓരോ കടയ്ക്കൊപ്പം ഓരോ കടയ്ക്ക് അതെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കട്ടെ. അപ്പൊ വീടുകൾ പാവമുണ്ടോ? അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മൾ ടോണി ഇച്ചായനെ പറ്റിയുള്ള സംസാരമാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടാണക്കൊണ്ടെങ്കിൽ 30 വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള സത്യം വെളിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ടോണി ഇച്ചായം വെച്ച് കൊടുത്ത വീടല്ല ഇത്. യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിരുന്നു, ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു. അതിൽ നിന്നാണ് ഇവർക്കെല്ലാം വീട് കിട്ടിയത്. പക്ഷേ ടോണി ഇച്ചായനാണ് വെച്ച് കൊടുത്തതെന്നുള്ള രീതിയിലായിരുന്നു ഇതേണ കൊണ്ടുപോയി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അതേ സമയത്തുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ പറ്റിയുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. സോ ഇത് കുറച്ച് നാൾ മുമ്പ് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ആൾക്കാരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ഇതിനകത്തുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്നിട്ട് ഇയാൾ ഫ്രോഡാണെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ വന്ന് നിനക്കൊന്നും ഇതിനുള്ള വകയില്ല, അതുകൊണ്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. സോ എന്തായിരുന്നാലും ഇതിനൊക്കെ ആൾക്കാരെ സഹായിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഇതിനൊക്കെ കള്ളത്തരം കാണിക്കുന്ന ബാക്കിയുള്ളവർ ഇതിനൊക്കെ ഗവൺമെൻറ് പ്രോജക്റ്റൊക്കെ എടുത്തിട്ട് താൻ ചെയ്ത് കൊടുത്തതെന്നുള്ള രീതിയിൽ പറയുന്നത് അത്ര ശരിയായുള്ള കാര്യമല്ല. ഇപ്പോൾ എന്തായാലും ശരി, ഒരുപാട് പേര് ഇതിനകത്തെ സപ്പോർട്ട് ചെയ്തവർ തന്നെ ഉണ്ട്. ഇപ്പോൾ നെഗറ്റീവായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.